ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ഇറിഗേഷൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ലോഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ലോഡിനെ നമ്മൾ ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ശരിയല്ലേ? സോ ഇവിടെ നമുക്കൊരു വെർട്ടിക്കൽ ലോഡ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു വെർട്ടിക്കൽ ലോഡ് തന്നിരിക്കും. അപ്പോൾ നമ്മളിതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്മളിതിനൊരു മൊമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതിനെ നമുക്കൊരു ഇവിടെ ഈ ഒരു സെൻട്രൽ ആക്ട് ചെയ്യുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോഡും അതേ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ലോഡിംഗ് ഡയഗ്രാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ഡി ആണ്. So our answer is D. Second one, an axially loaded member of length L and area of cross section A is subjected to a tensile load of P. If E denotes the Young's modulus of elasticity, the strain energy stored in the member is equal to. നമുക്കറിയാം strain energy equation. Strain energy stored in a member is equal to half into stress into strain into volume. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെസ്സിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഏരിയ, ഫോഴ്സ് ആൻഡ് ഏരിയ പി ബൈ എന്ന് എഴുതാം. അതുപോലെ തന്നെ സ്ട്രെയിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു വോളിയം ഈസ് എ ഇൻറ്റു എൽ. എഗെയിൻ നമ്മൾ ഇവിടുത്തെ സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? പി ബൈ എ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എങ്ങനെ കിട്ടും? എഗെയിൻ സ്ട്രെസ് ഈസ് ഈക്വൽ ടു പി ബൈ എ ഇൻറ്റു എ ഇൻറ്റു എൽ. ഇതിലെ ഏരിയ ടേംസ് ക്യാൻസലായി പോകുന്നു. സോ ഫൈനൽ ആൻസർ എന്താ വരിക? പി സ്ക്വയർ എൽ ബൈ 2AE. പി സ്ക്വയർ എൽ ബൈ 2AE. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രൊഡക്റ്റ് ഓഫ് moment of inertia of a rectangular section of size b by d about its horizontal centroidal axis is equal to. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് മൊമെൻ്റ് ആണ്. പ്രൊഡക്റ്റ് മൊമെൻ്റ് ഇനേർഷ്യ നമുക്കറിയാം IXY കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ XY ഇൻറ്റു ഡി എ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്, അതും എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു സിമെട്രിക്കൽ ഫിഗർ ആണെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ സിമെട്രിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് പ്രൊഡക്റ്റ് ഇനേർഷ്യ ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇവിടെ നമ്മളോട് റെക്റ്റാങ്കുലർ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, റെക്റ്റാങ്കിൾ അതിൻ്റെ സിമെട്രിക്കലാണ്, അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. സിമെട്രിക്കൽ ആക്സിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. The next question, if V denotes the shear force acting at a particular section along the span of a beam having a rectangular cross section of width B and depth H, then the shear stress at this neutral axis is. ഓക്കെ, നമ്മളോട് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വി എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്. നമുക്ക് ഈ ആക്സിസിന് എബൌട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, FAY ബാർ ബൈ I ഇൻറ്റു ബി. ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെയറിലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ ഷിയർ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് വി. ദെൻ AY ബാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ഏത് ലെയറിലെയാണോ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മുകളിലുള്ള പോർഷൻ്റെ ഏരിയ, അതുപോലെ തന്നെ ആ ഏരിയയുടെ സെൻറ്റർ തൊട്ട് ആ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് Y ബാർ. ഓക്കെ, ദെൻ I എന്ന് പറയുന്ന ആ ടോട്ടൽ ഫിഗറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, B എന്ന് പറയുന്നത് ആ ലെയറിൻ്റെ വിഡ്ത്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? വി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും പോർഷൻ്റെ ഏരിയ നമുക്ക് വേണ്ട, അല്ല ഇത്രയും പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ ഇത് H/2 ആണ്. സോ ഇത് B ഇൻറ്റു H/2 ഇൻറ്റു Y ബാർ എന്ന് പറയുന്നത് എത്ര വരും? ഈ H/2ൻ്റെയും സെൻറ്ററിലാണ് അല്ലേ. സോ H/4 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിഗറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് BHQ/12 ഇൻറ്റു ബി. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ആൻസർ 3V divided by 2B into H. Okay, so our answer is answer B.
ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. The next question, the two independent elastic constants for an isotropic material. ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ എത്ര ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻസർ സിമ്പിളാണ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? എ ആണ്. കാരണം യങ്സ് മോഡുലസും പോയ്സൺസ് റേഷ്യോ ഈ രണ്ട് വാല്യൂ നമുക്കറിയാമെങ്കിൽ ബാക്കിയുള്ള മോഡുലസുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസും പോയ്സൺസ് റേഷ്യോ ആണ്. ബാക്കിയെല്ലാം അതിൻ്റെ റിലേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So answer is option A. The next method, the static indeterminacy of a propped cantilever beam is equal to. Propped cantilever beam എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഇതാണ് നമ്മളൊരു പ്രോപ്ഡ് കാൻറ്റിലിവർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ ഒരു എൻഡ് ഫിക്സ്ഡ് എൻഡ് കൺസിഡർ ചെയ്ത് നമുക്കറിയാം അതിൽ ടോട്ടൽ 3 റിയാക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇതൊരു സിംപിൾ സപ്പോർട്ടഡ് ആണ്. സോ അവിടെ ഒരു റിയാക്ഷൻ വരത്തുള്ളൂ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം. സോ നമ്മുടെ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റിയാക്ഷൻ മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇവിടെ ഇപ്പോൾ എത്രയുണ്ട്? ടോട്ടൽ 4 റിയാക്ഷൻ ഉണ്ട്, മൈനസ് നമ്മുടെ അറിയാവുന്ന നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷനാണ് നമുക്ക് അറിയാവുന്നത്. സോ ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വരും? 1. സോ ഇവിടുത്തെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1. ആൻസർ സി. The next question, Canny's method can be considered as an extension of the. കാനീസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്റ്റൻഷനാണ്? ഓക്കെ, കാനീസ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ എക്സ്റ്റൻഷനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന്. കാരണം കാനീസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത് പോലൊക്കെ ഏകദേശം സെയിം ആണ്, ഒരു ടേബിൾ പോലൊക്കെ വരച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്റ്റൻഷൻ അല്ല, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ എക്സ്റ്റൻഷനാണ് കാനീസ് മെത്തേഡ് എന്ന് പറയുന്നത്. The next question, ആർച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. A 3-hinged parabolic arch is subjected to a UDL of 30 kN meter. നമുക്ക് തന്നിരിക്കുന്ന ഒരു 3-hinged arch ആണ്. ഓക്കെ, ഒരു 3-hinged arch നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 30 kN/m UDL ഉണ്ട് ലെഫ്റ്റ് ഹാഫിൽ. ഇത് ഇത്രയും പോർഷനിൽ ഒരു 30 kN ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ഇതിൻ്റെ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. അതിൻ്റെ സെൻട്രൽ റൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അറ്റ് ദി ലെഫ്റ്റ് സപ്പോർട്ട്, ഈ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതിൻ്റെ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. RA/RB നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, RA/RB കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന പോലത്തെ. സോ RA+RB ഇവിടെയുള്ള ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു UDL മാത്രമേ ഉള്ളൂ. UDL ഹാഫ് സ്പാനിലാണ്, ദാറ്റ് ഈസ് 30 × 8. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിലേക്ക് മൊമെൻ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് അബൌട്ട് A ആണ് എടുക്കുന്നതെങ്കിൽ എന്താ വരിക? 30 × 8 × അതിൻ്റെ ഹാഫ് ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ VB × 60. സോ ഇതിൽ നിന്ന് നമുക്ക് VB എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് വരുമ്പം 60 kN എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടുത്തെ VB അറിയാം. ഇനി നമുക്ക് എന്താ H കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ സെൻട്രൽ റൈസ് അല്ലെങ്കിൽ സെൻട്രൽ ഹിഞ്ചിലേക്ക് നമ്മൾ മൊമെൻ്റ് എടുക്കും. സോ മൊമെൻ്റ് അബൌട്ട് C, സെൻട്രൽ ഹിഞ്ചിലെ മൊമെൻ്റ് എന്ന് പറഞ്ഞപ്പോഴും 0 ആയിരിക്കും. സോ നമ്മളിതിൻ്റെ റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് സൈഡ്, ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്? RB റിയാക്ഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ട്. ശരിയല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഇവിടുത്തെ റൈസ് എന്ന് പറയുന്നത് 3 ആണ്, ഈസ് ഈക്വൽ ടു RB അല്ലെങ്കിൽ VB ഈസ് ഈക്വൽ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 8. ഓക്കെ, RB നമ്മൾ 60 എന്ന് കണ്ടുപിടിച്ചാൽ 60 × 8 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 160 kN എന്നാണ് കിട്ടുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, if a deformable structure in equilibrium under the action of a system of loads is given a small virtual deformation, then the virtual work done by the external forces is equal to the virtual work done by the internal forces. This principle is known as, നമ്മൾ എന്താ പറയുന്നത്? It is known as principle of virtual work. So our option B is the answer. Next one, column question ആണ്. A column hinged at both the ends is having an unsupported length of 3 meter. Second moment of area IXX 400 cm raised to 4, IYY 120 cm raised to 4, and area of cross section is 30 cm square. The slenderness ratio of the column is equal to. Slenderness ratio ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് is equal to L effective divided by K minimum ആണ്. ഓക്കെ,
ഇനി എൽ എഫക്റ്റീവ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, കോളം ഹിഞ്ചഡ്, രണ്ട് എൻഡും ഹിഞ്ചഡ് ആയിട്ടുള്ള കോളമാണ്. സോ രണ്ട് എൻഡും ഹിഞ്ചഡ് ആണെങ്കിൽ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു അതിൽ തന്നിരിക്കുന്ന എൽ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 3 മീറ്റർ ആണ്. ഇനി നമുക്ക് കെ മിനിമം കണ്ടുപിടിക്കണം. കെ മിനിമം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കെ മിനിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഐ ബൈ എ ആണ്. ഇവിടെ മിനിമം ആണ് അല്ലേ. സോ നമ്മൾ ഇവിടുത്തെ ഐ മിനിമം കൺസിഡർ ചെയ്യുക. ഐ മിനിമം ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ ഏരിയ ഈസ് 30. സോ ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കെ മിനിമം. ഓക്കെ, സോ ലാംഡ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എൽ എഫക്റ്റീവ് ബൈ കെ മിനിമം. ഇവിടെ കെ മിനിമം സെൻറ്റിമീറ്ററിലാണ്, എൽ എഫക്റ്റീവ് മീറ്ററിലാണ്. രണ്ടിനെയും ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരിക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടുന്നത് 150 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the pressure represented by a column of 10 cm of water if specific weight of water is taken as 10 kN per meter cube. FME നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ ജി ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, സോ ഇവിടെ റോ ജി എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ഹൈറ്റ്, കോളത്തിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 cm. സോ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം പി ഈസ് ഈക്വൽ ടു W ഇൻറ്റു എച്ച്. W എന്ന് പറയുന്നത് 10 ആണ്, എച്ച് എന്ന് പറയുന്നത് ഇത് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇത് മീറ്ററിലുമാണ്. സോ 0.1 ഇസ് ഈക്വൽ ടു 1 kN per meter square. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ. ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ഇൻ എ യൂണിഫോംലി ടേപ്പറിംഗ് പൈപ്പ്. കോൺസ്റ്റൻറ്റ് റേറ്റ് ആണ്, പക്ഷേ ഒരു യൂണിഫോം ടേപ്പറിംഗ് പൈപ്പിൽ കൂടാണ് വരുന്നത്. അങ്ങനെയുള്ള ഫ്ലോയെ നമ്മൾ എന്താ പറയുന്നത്? കോൺസ്റ്റൻറ്റ് റേറ്റ് ആയതുകൊണ്ട് നമുക്കതറിയാം ഒരു സ്റ്റഡി ഫ്ലോ ആണ്, പക്ഷേ അത് വരുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേപ്പറിംഗ് പൈപ്പിൽ കൂടെയാണ്. അപ്പോൾ അതിന് നമുക്കൊരു യൂണിഫോം ഫ്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. സോ അവർ ആൻസർ ഈസ് സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ. The line joining the piezometric heads at various points in a flow is known as. ഒരു ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ പീസോമെട്രിക് ഹെഡ്സ്, ഓരോ പോയിന്റിലെയും പീസോമെട്രിക് ഹെഡ്സ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. The next question. A jet of water coming out of a nozzle with velocity 50 meter per second is having cross-sectional area of 20 centimeter square. The jet is directed against a fixed plate held normal to the jet. Find the force exerted on the plate. ഒരു ജെറ്റ് ഓഫ് വാട്ടർ, പുറത്തേക്ക് വരുന്ന ഒരു ജെറ്റ് ഓഫ് വാട്ടർ നമ്മളൊരു ഫിക്സഡ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജെറ്റ് ഓഫ് വാട്ടർ ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്ലേറ്റ് ഇവിടെ ഫിക്സ്ഡ് ആണ്. പ്ലേറ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി സ്ക്വയർ. സോറി, വി അല്ല, ഫോഴ്സ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റോ എ ഇൻറ്റു വി സ്ക്വയർ ആണ്. ഓക്കെ, റോ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാട്ടർ ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. ഇൻറ്റു ഏരിയ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റണം. ഇൻറ്റു വെലോസിറ്റി ഈസ് 50. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ ഈസ് 50 ന്യൂട്ടൺ. സോറി, 5000 ന്യൂട്ടൺ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ. Next question. In a hydraulic jump occurring in a horizontal rectangular channel, the sequent depth are 0.5 meter and 1.5 meter. The energy loss in this jump is. Energy loss കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് എന്താ? ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ is equal to y2 minus y1 the whole cube divided by 4y1 y2. ഓക്കെ, സോ ഇവിടെ y2 sequent depth ആണ് ഈ y2 y1 എന്ന് പറയുന്നത്. y 1.5 minus 0.5 divided by whole cube divided by 4 into 0.5 into 1.5. ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.33 meter. So our answer is option D. Next one. The evaporation through plants and from the surrounding soil together is called. പ്ലാന്റ് അതുപോലെ തന്നെ സറൗണ്ടിങ് സോയിലിൽ നിന്നുള്ള ഇവാബറേഷൻ, അതിന് രണ്ടിനെയും കൂടി കമ്പൈൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഇവാബോ ട്രാൻസ്പിറേഷൻ. ആൻസർ സി. Then find the delta for a crop if the duty for a base period of 100 days is 4320 hectares per cubic. Then delta കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ is equal to 8.64 into 100, sorry,
base period divided by duty അല്ലേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ഇൻ മീറ്റർ ആണ് കിട്ടുന്നത് ഓക്കെ സോ 8.64 ഇൻറ്റു പി എന്ന് പറയുന്നത് ഇവിടെ 100 days ആണ് ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ഈസ് 4320 so volume we will get it as 0.2 meter. Our answer is option B. Next one, in a single point method finding the mean velocity across a vertical in a stream, if y is the depth of flow, the velocity measured above the stream bed at stream bed il ninnaanu ivide measure ശ്രദ്ധിക്കണം stream bed il ninnu nammal above measure ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് 0.4 times y ആണ് ടോപ്പിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ 0.65 വരും ഓക്കെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോട്ടത്തിൽ നിന്നും മെഷർ ചെയ്യാനാണ് സോ ഇറ്റ് ഈസ് 0.4 times depth. Next one, the surface joining the static water levels in several wells penetrating a confined aquifer represents. Okay, our answer is piezometric surface of the aquifer. Answer B. Next one, the time required by rainwater to reach the outlet of drainage basin is generally called. ഓക്കെ ഒരു ഡ്രെയിനേജ് ബേസിൻ്റെ ഔട്ട്ലെറ്റ് വരെ എത്താൻ റെയിൻ വാട്ടർ വീണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വരെ എത്താനായിട്ടുള്ള ടൈം അതിനെ നമ്മൾ പറയുന്നത് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്നാണ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ദി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 6 സൈഡുള്ള പോളിഗണെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത് അല്ലേ സോ ഹെക്സഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇൻറ്റീരിയർ ആംഗിൾ നമുക്കറിയാം ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 degrees 120 ഡിഗ്രിയാണ് അങ്ങനെയാണ് നമുക്ക് ഓരോന്നിൻ്റെയും എക്സ്റ്റേണൽ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഉള്ള ഫോർമുല എന്ന് പറയുന്നത് 2n+4 ഇൻറ്റു 90 ഡിഗ്രി ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഓക്കെ സോ അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 1440. നെക്സ്റ്റ് വൺ, if the included angle at a station B in an open traverse ABCDE is 150 degree 24 minutes, then the deflection angle is. നമ്മളൊരു ഓപ്പൺ ട്രാവേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മളൊരു ഓപ്പൺ ട്രാവേഴ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ എ ബി നമുക്ക് ഇത്രയും മതി കൂടുതൽ വരയ്ക്കേണ്ട ആവശ്യമില്ല എ ബി സി ആണെങ്കിൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 158 degree 24 minutes. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് അല്ലേ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എ ടു ബി ബി ടു സി ആ പോയത് അല്ലേ സോ ഈ എയിൽ നിന്നും എ ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഈ ആംഗിൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ സോ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് ഇവിടെ നമ്മൾ 180 ഡിഗ്രിയിൽ നിന്നും ഈ ആംഗിൾ മൈനസ് ചെയ്യാം അത് മൈനസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 21 degree 36 minutes ലെഫ്റ്റിലോട്ടല്ല ഡിഫ്ലക്ഷൻ ആംഗിൾ പോയിരിക്കുന്നത് അതാണ് 21 degree 36 minutes ലെഫ്റ്റ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ നമ്മൾ സിംപ്സൺ റൂൾ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് കുറേ പെർപെൻഡിക്കുലർ ഓപ്സെറ്റ്സ് തന്നിട്ടുണ്ട് പെർപെൻഡിക്കുലർ ഓപ്സെറ്റ്സ് were taken at 10 meter intervals from a survey line to an irregular boundary line. The area in square meter enclosed between the survey line, irregular line, first and last offsets by Simpson rule is. കുറേ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് സിംപ്സൺ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് സിംപ്സൺ റൂൾ വെച്ച് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ d/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 4 times ഓഡായിട്ട് വരുന്ന ഓർഡിനേറ്റ്സിൻ്റെ സം പ്ലസ് 2 times ഈവൻ ഓർഡിനേറ്റ്സിൻ്റെ പ്ലസ് ഓഫ് 5 പ്ലസ് എക്സെട്ര n-2 ഇതാണ് സിംപ്സൺ റൂൾ അല്ലേ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവലാണ് ഇൻ്റർവൽ ഇവിടെ 10 ആണ് 10 divided by 3 ഫസ്റ്റ് ഓർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 ലാസ്റ്റ് ഓർഡിനേറ്റ് ഈസ് 4 പ്ലസ് ഇനി ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക 4 ഇൻറ്റു ഇതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തു സെക്കൻഡ് ഓർഡിനേറ്റ് ഈസ് 2 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 2.5 പ്ലസ് 2 times ഓഡ് 3 വരുന്നത് 4.5 പ്ലസ് 1 പ്ലസ് 4 എല്ലാം കൂടി ചെയ്യുക സം ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 260 m² ആണ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ ഇതൊരു സർവേയിങ് പ്രോബ്ലം ആണ് ദ പ്രോബബിൾ എറർ ഓഫ് ഏരിയ പ്രോബബിൾ എറർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് റെക്ടാംഗിൾസ് ഓഫ് സൈഡ്സ് ആർ 100 ± 0.01 meter and 200 ± 0.02 meter ഓക്കെ സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ്
b square plus or minus b square into ea square plus a square into eb square എന്നുള്ളതാണ്. ഓക്കെ, സോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് 200 സ്ക്വയർ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എ സൈഡിൽ വരുന്ന എറർ 0.01 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ ഇൻറ്റു 0.02 സ്ക്വയർ. ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 2 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, പ്ലസ് ഓർ മൈനസ്. സോ ഒരു ആൻസർ നമുക്ക് ഓപ്ഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2 ആണ്. സോ ആൻസർ ഈസ് പ്ലസ് ഓർ മൈനസ് 2. Next one, the covered area of a building measured at floor level. Floor level measure ചെയ്യുന്ന ഏരിയ നമ്മൾ എന്താ പറയുന്നത്? It is plinth area. Option B. Next one, steel reinforcement bars in RCC is measured in. RCC ലെ steel reinforcement നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? In quintals ആണ് നമ്മൾ പറയുന്നത് അല്ലേ? So option A is the answer. Next one, years purchase for 6% interest is. Years purchase കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് 100 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ്. സോ 100 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 16.67 എന്നാണ് കിട്ടുന്നത്. സോ our ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, the initial setting time of ordinary Portland cement as per BIS is. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നമ്മളോട് സിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് ടൈം നമുക്കറിയാം, ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes. So option C is our answer. Next one, the main function of alumina in brick earth. Aluminയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ് ബ്രിക്ക് എർത്തിൽ? ഇറ്റ് ഈസ് ടു ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി. So our answer is option A. Then next one, the ultimate strength of ordinary Portland cement is provided by. Ultimate strength, initial strength അല്ല ചോദിച്ചിരിക്കുന്നത്, ultimate strength ആണ്. Ultimate strength പ്രൊവൈഡ് ചെയ്യുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണ്? ഇറ്റ് ഈസ് ഡൈകാൽഷ്യം silicate. Option B is our answer. Okay, so അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.